നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെ. നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നു നാളെ 2026 മെയ് മാസം 21 തീയതി ഗുരുവാരം വ്യാഴാഴ്ച, അതായത് 1201 ഇടവ മാസം 7-ാം തീയതി. നാളെ വ്യാഴാഴ്ച സൂര്യോദയം കാലത്ത് 6:06, അസ്തമയം വൈകിട്ട് 6:17 തൃശ്ശൂരിൽ. നാളത്തെ രാഹുകാലം വ്യാഴാഴ്ച നിങ്ങൾക്കറിയാം, 1:30 മുതൽ 3 മണി വരെയുള്ള സമയം രാഹുകാലം. എന്നാൽ ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. നാളത്തെ നക്ഷത്രം നല്ല നക്ഷത്രമാണ്. നാളെ പൂയം നക്ഷത്രമാണ്. നാളെ നക്ഷത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. നാളെ വെളുത്ത പക്ഷത്തിലെ ഷഷ്ടി തിഥിയും പൂയം നക്ഷത്രവുമാണ്. നാളെ കാലത്ത് 8:30 വരെ വെളുത്ത പക്ഷത്തിലെ പഞ്ചമിയും 8:30 കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ ദിവസവും ഷഷ്ടിയുമാണ്. അതിനാൽ വെളുത്ത പക്ഷത്തിലെ ഷഷ്ടി സുബ്രഹ്മണ്യ പ്രീതിക്ക് അമ്മമാർ തങ്ങളുടെ മക്കളുടെ ശ്രേയസ്സിനായി ചെയ്യുന്ന ഒരു പ്രത്യേക ആചാരമാണ്. അത് വെളുത്ത പക്ഷത്തിലെ ഷഷ്ടിയാണ്, കറുത്ത പക്ഷത്തിലെ കൃഷ്ണപക്ഷത്തിലെ ഷഷ്ടിയല്ല. വെളുത്ത പക്ഷത്തിലെ ഷഷ്ടി ഇത്ര പ്രാധാന്യം വന്നത് എന്തെന്നാൽ അന്ന് ഷഷ്ടിവ്രതവുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങൾ. ശ്രീ പാർവതി ദേവി തൻ്റെ പുത്രനായ സുബ്രഹ്മണ്യനെ 108 വെളുത്തപക്ഷ ഷഷ്ടിവ്രതമെടുത്ത് ആരാധിച്ചു എന്നാണ് പ്രമാണം. അങ്ങനെയാണ് താരകാസുരനെ വധിക്കുന്ന സമയത്ത് അപ്രത്യക്ഷനായ സുബ്രഹ്മണ്യൻ അസുരനെ വധിച്ച് പ്രത്യക്ഷപ്പെടുന്നത്. അതിനാൽ ഷഷ്ടിവ്രതം സന്താന ശ്രേയസ്സിന്, അവരുടെ പഠന വിഷയമായാലും അവരുടെ വിവാഹമായാലും ദമ്പതികൾക്ക് സന്താന ശ്രേയസ്സിനായാലും സുബ്രഹ്മണ്യ പ്രീതി വളരെയധികം ഉപകാരപ്പെടും. ഓം വജദ്ഭുവേ നമഃ എന്നാണ് സുബ്രഹ്മണ്യൻ്റെ മൂലമന്ത്രം. ഓം വജദ്ഭുവേ നമഃ. പഠിക്കേണ്ട കുട്ടികൾക്കൊക്കെ തന്നെ നിങ്ങൾക്ക് ഈ മന്ത്രം കൊടുക്കാം. ഓം വജദ്ഭുവേ നമഃ 9 അല്ലെ 18 തവണ ചൊല്ലുക. 108 ചലനം എന്നൊന്നും ഇല്ല. ഓൾ മൾട്ടിപ്പിൾ ഓഫ് 9, 9ൻ്റെ മൾട്ടിപ്പിൾ സംഖ്യകളാണ്. പുഷ്യൻ നക്ഷത്രമാണ്. സുബ്രഹ്മണ്യന് വളരെ വിശേഷപ്പെട്ടതാണ്. തൈപ്പൂയം എന്നൊക്കെ പറയും. പക്ഷേ നാളെ തൈപ്പൂയമല്ല, പൂയം നക്ഷത്രമാണ്. അപ്രകാരം തന്നെ ഷഷ്ടി തിഥിയാണ്. വളരെ വിശേഷപ്പെട്ടൊരു ദിനമാകുന്നു. അതിനാൽ സുബ്രഹ്മണ്യ പ്രീതികരങ്ങളായ കർമ്മങ്ങളൊക്കെ ചെയ്യുക. പൂയം നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം ആരാണ്? ശനീശ്വരനാണ്. ശനിക്ക് ശാസ്താവ്, അയ്യപ്പൻ, വേട്ടക്കരൻ, മുത്തപ്പൻ, ഹനുമാൻ, കാട്ടുമൂർത്തി, കിരാതമൂർത്തി, ഇതൊക്കെ തന്നെ ശനിയുടെ ദേവതകളാണ്. നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുത്തപ്പൻ അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിക്ക് അല്ലെങ്കിൽ ശനീശ്വരനെ നെയ്വിളക്ക് സമർപ്പിക്കാം. ഓം ശം ശനീശ്വരായ നമഃ. ഇതാകുന്നു ശനിദേവനെ തൃപ്തിപ്പെടുത്തുവാനുള്ള മന്ത്രങ്ങൾ എന്നറിയുക. ഓം ശം ശനീശ്വരായ നമഃ. നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നല്ല മുഹൂർത്തം വേണമെങ്കിൽ കാലത്ത് 9:10 മുതൽ 10 മണി വരെയുള്ള സമയം. അപ്രകാരം തന്നെ 3:15 മുതൽ 4 മണി വരെ ഉച്ചയ്ക്ക് ശേഷമുള്ള സമയവും ശുഭകാര്യങ്ങൾക്കായി കണ്ടെത്താവുന്നതാണ്. നന്നായി നാളത്തെ ദിനം ശുഭമായി പ്രാർത്ഥനകളോടുകൂടി വഴിപാടുകളോടുകൂടി ധന്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.